നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് മോട്ടോറോള ഏറ്റവും പുതുതായിട്ട് ഇന്ന് ഇന്ത്യയിൽ പുറത്തിറക്കിയ മോട്ടോ E7 പവർ എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടിപ്പിക്കൽ മോട്ടോറോള ബോക്സിലാണ് ഈ മോട്ടോ E7 പവർ എന്ന ഫോണും കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ നോക്കുമ്പോൾ മോട്ടോ E7 എന്നും 5000 mAh ബാറ്ററി, 10 വാട്ട് ചാർജർ, 15 MB ഡുവൽ ക്യാമറ സിസ്റ്റം അങ്ങനെ പോകുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. 2 കളർ വേരിയൻറ്റ് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. എനിവേ നമുക്ക് ഈ ഒരു ഫോണൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. ഇവിടെ ഈ ഒരു സ്ക്രീനിൻ്റെ പുറത്തും ഒരു സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അതിനകത്തും പ്രധാനപ്പെട്ട ഫീച്ചറുകൾ പറഞ്ഞിട്ടുണ്ട്. ഫോണിലേക്ക് വരാം. പിന്നെ ഒരു കാര്യം, സാധാരണ മോട്ടോറോള ഫോണുകളിൽ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫോണിൻ്റെ ബാക്ക് കവർ ഇതുപോലെ ഫോണിനകത്ത് അറ്റാച്ച് ചെയ്ത് തന്നെ ആയിരിക്കും വരുന്നത്. എല്ലാ മോട്ടോറോള ഫോണുകളും ഇപ്പോൾ അങ്ങനെയാണ്. ഇനി ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ഫോൺ കൂടാതെ മറ്റെന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, ചാർജിങ്ങിനായിട്ട് 10 വാട്ടിൻ്റെ ചാർജർ, ചാർജ് ചെയ്യുന്നതിനുള്ള കേബിളായിട്ട് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് USB Type-C കേബിൾ തന്നെയാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ USB Type-C നൽകുന്നത് നല്ല കാര്യമെന്ന് പറഞ്ഞോട്ടെ. കൂടാതെ ഈ ഒരു ഫോണിനകത്തുള്ളത് സിം ഇജക്ടർ പിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം വരുന്നത്. അപ്പോൾ ഓർക്കുക, ഫോണിൻ്റെ ബാക്ക് കവർ ഇതുപോലെ ഫോണിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ബാക്ക് കവർ ഒന്ന് ഊരി മാറ്റി ഫോണിൻ്റെ ഭംഗിയൊന്ന് നോക്കാം. നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ, അതുപോലെ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ബാക്കാണ് ഫോണിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റിക്കർ നമുക്കിതുപോലെ ഒഴിവാക്കാം. മൊത്തത്തിൽ ഫോൺ കയ്യിലൊക്കെ പിടിച്ചിട്ട് നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയും ഒരു സ്റ്റിക്കർ നമുക്കിതുപോലെ കാണാം, അതും ഒഴിവാക്കുന്നു. അപ്പോൾ ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ 2 ക്യാമറകളും ഒരു LED ഫ്ലാഷ് ലൈറ്റും നമുക്ക് കാണാം. ഇവിടെ ആയിട്ട് ഇതുപോലെ മോട്ടോറോളയുടെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്ക് സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും നൽകിയിരിക്കുന്നത്. ഇവിടെ താഴെ നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ വെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് സ്പീക്കർ വെൻ്റാണ്. ഫോണിൻ്റെ താഴ്ഭാഗത്ത് സ്പീക്കർ വെൻറ്റ് നൽകിയിട്ടില്ല, പകരം ഇവിടെയാണ് സ്പീക്കർ ഔട്ട് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ വശങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലതുവശത്ത് ഇവിടെ ഒരു പവർ ബട്ടൺ കൂടാതെ ഇവിടെ ഒരു അഡീഷണൽ ബട്ടൺ കാണാം. ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇൻവോക്ക് ചെയ്യാനുള്ളൊരു ബട്ടൺ ആണെന്ന് തോന്നുന്നു. എനിക്കതൊന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കിയെങ്കിലേ അറിയാൻ പറ്റൂ, ആണെന്നാണ് എൻ്റെ ധാരണ. വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ. താഴേക്ക് നോക്കുമ്പോൾ Type-C ചാർജിങ് പോർട്ട്, അതുപോലെ മൈക്രോഫോൺ. ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ സിം ട്രേ. ഫോണിൻ്റെ മുകളിൽ 3.5 mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. വലിയ നല്ല കാര്യം. പക്ഷേ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഞാനൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം. പക്ഷേ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അല്ല, ഇതൊരു ഹൈബ്രിഡ് സ്ലോട്ടാണ്. അതായത് ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും മാത്രമേ ഉപയോഗിക്കാൻ ആകൂ. അപ്പോൾ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് തോന്നുന്നു. പക്ഷേ 3.5 mm ഓഡിയോ ജാക്ക് എന്തായാലും ഫോണിൽ നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ മോട്ടോറോളയുടെ ലോഗോ കാണുന്നു. പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നു. മോട്ടോറോള ഫോണുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്യുവർ ആൻഡ്രോയിഡിലാണ് ഇപ്പോൾ മോട്ടോറോള ഫോണുകളെല്ലാം വരുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം നമുക്ക് ഫോൺ ഉപയോഗിക്കുമ്പോൾ കാണും. പ്യുവർ ആൻഡ്രോയിഡായുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് ഫോണിൽ അധികം ലാഗ് ഉണ്ടാകത്തില്ല, ബാറ്ററി കൺസംഷൻ വളരെ കുറവായിരിക്കും, ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കുത്തി നിറയ്ക്കാറില്ല, വളരെ കുറച്ച് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് സ്മൂത്തായിട്ട് ഈ ഒരു ഫോൺ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്. എന്നിരുന്നാലും ബോഡിക്ക് ഒരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് നൽകിയിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ പ്രസ് ചെയ്താലേക്ക് അമുങ്ങുന്ന ടൈപ്പ് അങ്ങനെയൊന്നുമല്ല. നല്ലൊരു റിജിഡ് ആയിട്ടുള്ളൊരു ബോഡി തന്നെയാണ്. ഇതിൻ്റെ ഒരു തിക്നെസ് പറഞ്ഞാൽ 9.20 mm ഇതിൻ്റെ ഒരു തിക്നെസ്. 200 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. 200 ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ് ഒരു ഫോണിനെ സംബന്ധിച്ച്. വെയിറ്റ് കൂടുതലോ എന്നാൽ വെയിറ്റ് കുറവോ അല്ലാത്ത ഒരു രീതി. അടുത്തായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ മാക്സ് വിഷൻ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് HD ഡിസ്പ്ലേ, 720p റെസൊല്യൂഷൻ മാത്രം. അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ മാക്സിമം റെസൊല്യൂഷൻ സെറ്റ് ചെയ്താൽ പോലും മാക്സിമം 720pയിൽ മാത്രമേ വീഡിയോകൾ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് പറയുകയാണെങ്കിൽ 60 Hz ആണ് ഇതിൻ്റെ ഒരു സ്ക്രീനിൻ്റെ റിഫ്രഷ് റേറ്റ്. 269 pp ആണ് ഇതിൻ്റെ ഒരു പിക്സൽ പെർ ഇഞ്ച്. നമുക്ക് മാക്സിമം ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ഒരു ആവശ്യത്തിനുള്ള ഒരു ബ്രൈറ്റ്നസ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു അല്പം ബ്രൈറ്റ്നസ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു അല്പം ബ്രൈറ്റ്നസ് കുറവാണെന്ന് ഫീൽ ചെയ്യും. ചുരുക്കി പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു ബ്രൈറ്റ്നസ് കിട്ടണമെങ്കിൽ ഇത് മാക്സിമം ബ്രൈറ്റ്നസ്സിൽ തന്നെ
വെക്കേണ്ടതുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആൻഡ്രോയിഡ് 10-ലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്, പ്യുവർ ആൻഡ്രോയിഡ്. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ഇത് ഈ കാണുന്ന ഒരൊറ്റ സ്ക്രീനിൽ നിൽക്കുന്ന അത്രയും ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അതായത് ഗൂഗിളിൻ്റേതായിട്ടുള്ള കുറേ ആപ്ലിക്കേഷനുകൾ മാത്രം, അല്ലാതെ പുറത്തുനിന്നുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മളെ അഡ്വർടൈസ്മെൻറ്റുകൾ ശല്യപ്പെടുത്തത്തില്ല. ഒരു ക്ലീൻ യൂസർ ഇൻ്റർഫേസ് ആണ്. ആപ്ലിക്കേഷനുകൾ കുറവായതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കൺസ്യൂം ചെയ്യില്ല. ചുരുക്കി പറഞ്ഞാൽ മികച്ചൊരു ബാറ്ററി ലൈഫ് ലഭിക്കും. അധികം ലാഗിങ് ഈ ഒരു പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെയും സംഭവിക്കില്ല. അങ്ങനെ മൊത്തത്തിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിനകത്ത് മികവുറ്റതായിരിക്കുമെന്ന് അടിവരയിട്ട് പറയട്ടെ. അതുപോലെ പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയായാലും ഒരു 2 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കും. ഒരു 3 വർഷമെങ്കിലും സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഫേസ് അൺലോക്ക് സംവിധാനങ്ങളെ പറ്റി പറഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ് ഇത്തരത്തിൽ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. അതൊരു മീഡിയം സ്പീഡ്, ഭയങ്കര ഫാസ്റ്റ് ഒന്നുമല്ല, ഒരു മീഡിയം സ്പീഡിൽ തന്നെ അത് വർക്ക് ചെയ്യുന്നുമുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഞാൻ ഫേസ് അൺലോക്ക് തിരഞ്ഞു നടന്നു, പക്ഷേ ഫേസ് അൺലോക്ക് കണ്ടിട്ടില്ല. ഇതിനകത്ത് ഫേസ് അൺലോക്ക് ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചറുകൾ പറഞ്ഞാൽ ഇത് IP52 വാട്ടർ റിപ്പല്ലൻ്റ് ഡിസൈനാണ്. അതായത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, പക്ഷേ ഇതിനകത്തേക്ക് മഴത്തുള്ളികളോ വെള്ളത്തുള്ളികളോ വീണാൽ അത് തെറിച്ച് പോകുന്ന, ചേമ്പലയിലൊക്കെ വെള്ളം വീഴുന്ന പോലെ തെറിച്ച് പോകുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്, 5G അല്ല. ഡ്യുവൽ 4G സപ്പോർട്ട് ഉണ്ട്. അതായത് 2 സിം കാർഡുകൾ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാൻ, 2ലും നമുക്ക് 4G വോൾട്ടി സപ്പോർട്ടുള്ള സിം കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. FM റേഡിയോ സപ്പോർട്ട് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് നൽകിയിരിക്കുന്നത്. സാധാരണ ഈ ഒരു കാറ്റഗറി ഫോണുകൾ ചിലപ്പോൾ ഇതിൽ നിന്നും പഴയ ബ്ലൂടൂത്ത് വെർഷൻ 4.2 ഒക്കെയാണ് മിക്ക ഫോണുകളിലും വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബ്ലൂടൂത്ത് വെർഷൻ 5 തന്നെ നൽകിയിരിക്കുന്നു. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓഡിയോ ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ മോണോ സ്പീക്കറാണ്. സ്പീക്കർ സാധാരണ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ ബാക്ക് സൈഡിലാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ ഒരു സ്പീക്കർ വെൻറ്റ്. എനിവേ നമുക്കിതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല ലൗഡായിട്ടുള്ള വോളിയം തന്നെയാണ് ഈ ഒരു ഫോണിനുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒരു മീഡിയം ക്വാളിറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ബാക്ക് സൈഡിലാണ് സ്പീക്കർ വെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്താൽ വോളിയം അല്പം അവിടെ ആ ഒരു സ്പീക്കർ വെൻ്റ് ഒന്ന് അടഞ്ഞിട്ട് ചെറിയ രീതിയിലെങ്കിലും തടസ്സമാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വീഡിയോ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ 720p റെസൊല്യൂഷനാണ്. അതുപോലെ IPS LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ എന്നിരുന്നാലും ഈ ഫോണിൻ്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് കാറ്റഗറി ആണെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, സാമാന്യം തരക്കേടില്ലാത്ത മീഡിയം ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് വിശേഷിപ്പിക്കേണ്ടത്. അടുത്തത് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസർ എന്ന് പറയുന്നത് MediaTekന്റെ ഹീലിയോ G25 എന്ന് പറയുന്ന പ്രോസറാണ്. 2 വേരിയൻറ്റുകൾ, RAM 2GB വരുന്നുണ്ട്, 4GB വരുന്നുണ്ട്. അതുപോലെ ഇന്റർണൽ മെമ്മറി 32GB 64GB വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ആ ഒരു പ്രോസസ്സർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മീഡിയം പെർഫോമൻസ് ആണ് നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. വലിയ ഗെയിമുകളൊന്നും ഇതിനകത്ത് ഒരിക്കലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗെയിമുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. മാത്രമല്ല ഡേ ടു ഡേ ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നതിന് യാതൊരു വിഷയങ്ങളും ഉണ്ടാകത്തുമില്ല. ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, സാധാരണ ഒരു ബ്രാൻഡിൻ്റെ ഫോണിൽ MediaTek ഹീലിയോ G25ൻ്റെ പ്രോസറുള്ള അതേ ഫോണിനേക്കാളും പെർഫോമൻസ് ഈ ഫോണിന് നൽകും. കാരണം ഇത് പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെയും കുറച്ചും കൂടി പെർഫോമൻസ് മികവുറ്റതാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അടുത്തതായിട്ട് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. 13 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഇത്തരത്തിലൊരു LED ഫ്ലാഷ് ലൈറ്റും കാണാം. അപ്പോൾ 13 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, അതിൽ നിന്ന് സാമാന്യം തരക്കേടില്ലാത്ത ഫോട്ടോകൾ, മീഡിയം രീതിയിലുള്ള ഫോട്ടോകൾ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി 5 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ഇത്തരത്തിൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh എന്ന ഒരു ഹ്യൂജ് ബാറ്ററി തന്നെയാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാൻ പക്ഷേ 10 വാട്ടിൻ്റെ ചാർജറേ നൽകിയിട്ടുള്ളൂ. ഒരു 18 വാട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു 5000 mAh ചാർജ് ചെയ്യാൻ 10 വാട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ചാൽ എങ്ങനെയായാലും നല്ലൊരു ടൈം ചാർജ് ചെയ്യാൻ എടുക്കും. എന്നിരുന്നാലും ഇതിനകത്ത് USB Type-C പോർട്ട് ചാർജിങ്ങിന് നൽകിയിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം. അടുത്തതായിട്ട് ഈ ഒരു ഫോൺ ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളാണ്. 2 വ്യത്യസ്ത നിറങ്ങളാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. താഹിദി ബ്ലൂ, കോറൽ റെഡ് എന്നീ 2 നിറങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ ബ്ലൂ റെഡ്. അതിൽ നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് താഹിദി ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് അറിവായിട്ടില്ല. ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രൈസിംഗ് അറിവാകൂ. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ ഫോൺ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെയും ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഇതിൻ്റെ പ്രൈസിംഗ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു 10,000 രൂപയിൽ താഴെയാണ് ഈ ഒരു ഫോണിന് ഞാൻ പ്രതീക്ഷിക്കുന്ന വില. പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ ആ 10,000-ൽ കൂടാം, 10,000-ൽ താഴാം.
എന്ത് തന്നെ ആയാലും ഇതിൻ്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ഫോണിൻ്റെ വിജയം. ഒരു 10,000 രൂപയിൽ താഴെയുള്ള വിലയ്ക്കാണ് മോട്ടറോള ഈ ഒരു ഫോൺ വിൽക്കുന്നതെങ്കിൽ ഒരു മികച്ച സെല്ലിംഗ് ഈ ഒരു ഫോണിന് നടക്കുമെന്ന് ഉറപ്പിച്ച് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോട്ടോ E7 പവർ എന്ന ഫോണിൻ്റെ വിശേഷങ്ങൾ.